എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ രണ്ട് പിള്ളേർ കരയുന്ന കാണിക്കുന്നത്. അവരുടെ അടുത്തേക്ക് ഒരച്ഛൻ വന്നിട്ട് ആ പിള്ളേരെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോവും. അവർക്ക് തണുത്തിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ അച്ഛൻ്റെ കയ്യിൽ ഒരു ഫയർ ബോൾ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് അവിടുത്തെ കത്തിക്കുന്നിടത്ത് ഇടും. എന്നിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കും. അങ്ങനെ ആ പിള്ളേരെ നോക്കിയിട്ട് പറയും, ഇവർ ട്വിങ്സ് ആണോ? കണ്ടിട്ട് അങ്ങനെ പറയുന്നില്ലല്ലോ. ആ എന്തായാലും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഇവിടെ ഇട്ടിട്ട് പോയെങ്കിലും നിങ്ങൾ ഒട്ടുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. ഇനിയും തൊട്ട് നിങ്ങളുടെ വീട് സ്ഥലവും ഇതായിരിക്കും. അതുകൊണ്ട് നിൻ്റെ പേര് യൂണോ. ഈ അടങ്ങിയിരിക്കുന്നില്ലേ, ഇവനാണ് യൂണോ. ഇതാ ആ കുറുമ്പ് കാണിച്ചുകൊണ്ട് ഏതോ നല്ല പെണ്ണിൻ്റെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ആസ്ത. അങ്ങനെ 15 വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോഴാണ് നമ്മളവിടുത്തെ കൊച്ചു ഗ്രാമം കാണിക്കും ആസ്തയും യൂണോയും ജീവിക്കുന്നത്. അവിടാണെങ്കിൽ മാജിക് യൂസ് ചെയ്ത ആൾക്കാർ കൃഷിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഹാപ്പി ലൈഫ് ജീവിക്കുന്നത്. അപ്പോഴേക്ക് പെട്ടെന്ന് മിസ് മേരി എന്നെ കല്യാണം കഴിക്കണോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആസ്ത ആ ചർച്ചിലെ തന്നെ അച്ഛനെ സഹായിക്കാൻ വേണ്ടി എത്തിയ ഒരു സിസ്റ്റർ ഉണ്ടാവുമല്ലോ, അല്ലെ എന്ന് പറഞ്ഞ ആളുണ്ടാവുമല്ലോ, അവരെ കല്യാണം കഴിക്കണമെന്നുള്ള ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നവുമായിട്ട് നടക്കുന്ന നമ്മുടെ ആസ്തയെ കാണുന്നത്. അവനാണ് ഒരു പൂം പിടിച്ചിട്ട് പറയും, എൻ്റെ സിസ്റ്ററെ നീ ഒന്ന് സമ്മതിക്കൊന്ന് മൂള് കെട്ടുന്നൊക്കെ ഞാൻ റെഡിയാക്കുമെന്ന് പറയും. അതിന് മിസ് മേരി പറയും, പറ്റത്തില്ലടാ, ഞാൻ സിസ്റ്ററാ, ഞാൻ എല്ലാവർക്കും സിസ്റ്ററാ, നിനക്ക് എന്താ മനസ്സിലാവാത്തത് എന്ന് പറയും. അവസാനം ഒരു കൊണ്ട് അടിച്ചങ്ങ് താക്കും. അതിനുശേഷം നമ്മുടെ വിടത്തിലടി എന്ന് പറഞ്ഞിട്ട് ആസ്ത വീണ്ടും അവളുടെ മണ്ടയ്ക്ക് ചാടി വീഴാൻ പോകുമ്പോഴോ അവിടെ എത്തി നമ്മുടെ യൂണോ വന്നിട്ട് അവൻ്റെ വിൻഡിൻ്റെ മാജിക് പവർ യൂസ് ചെയ്തിട്ട് ആസ്തയെ മാറ്റി. അപ്പോൾ ആസ്ത ചോദിക്കും, എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലടാ എൻ്റെ കാര്യത്തിൽ തലയിടല്ലേ എന്ന്. നീ വീണ്ടും നീ ഇങ്ങനെ ഒരു ചൊറിഞ്ഞാ നീ എൻ്റെ അടി മേടിക്കും കേട്ടറാ എന്ന് പറയും. അപ്പം യൂണോ പറയും, എടാ നിനക്കൊരു പെണ്ണിനെ കെട്ടാനുള്ള യോഗ്യത ഉണ്ടോടാ, നിന്നെ കാണാൻ കൊള്ളാവടാ, നിനക്ക് ബോധം ഉണ്ടോടാ, മെച്യൂരിറ്റി ഉണ്ടോടാ, വിവരം ഉണ്ടോടാ എന്ന് പറയിട്ട് ഓരോന്നോരോന്നായിട്ട് അവൻ്റെ മൂന്നേക്ക് അടിച്ചടിച്ചിട്ട പോലെ തന്നെ അവനോട് ഇങ്ങനെ പറഞ്ഞ് അവനെ അങ്ങ് ഡിപ്രഷനിലേക്ക് ആരെങ്ങളിലേക്ക് തെള്ളിയിടും. പക്ഷേ ആസ്തയാരാ, അവനെവിടെ ഡിപ്രഷൻ? അവൻ പറയാം, എന്താടാ നിനക്ക് ഡൗട്ടുണ്ടോ എനിക്ക് പെണ്ണുങ്ങളെ കളിക്കാനത്, വാടാ വാ നിപ്പം അടിക്കും വാ എന്ന് പറഞ്ഞ് നമ്മുടെ ആസ്ത യൂണെ വെല്ലുവിളിക്കും. അതിന് യൂണോ പറയും, നിന്നല്ല എന്നോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൻ്റെ ഒരു മാജിക് എബിലിറ്റീസും ഇല്ലല്ലോടാന്ന് പറയും. അപ്പം അവിടെ നിന്നൊരു ചെറുക്കൻ പറയും, അതേ ആസ്ത, നീ വെറുതെ അവനായിട്ട് മുട്ടാൻ പോകണ്ട, വെറുതെ ഇത്രയും വളർന്നതേ ഉള്ളൂ, നിനക്ക് ഇതുവരെ ഒരു എബിലിറ്റീസും പക്ഷേ ഒരു ഇല പോലും അറിഞ്ഞില്ല. അവൻ്റെ പവർ എന്താണെന്നോ അവൻ്റെ ശക്തി എന്താണെന്നോ ഇന്നേ വരെ അവിടെ ആർക്കും അറിയത്തില്ല ഗൈസ്. ശരിയും പറഞ്ഞാൽ ഈ ഒരു ഫുൾ വേൾഡിൽ ഒരു വട്ടത്തോളിയായിട്ട് ജനിച്ച ഒരേ ഒരുത്തനെ ഉള്ളത് ഇവനാ. മാജിക്കാണ് എല്ലാം ആ വേൾഡിൽ മാജിക് ഇല്ല ജനിച്ച ഒരേ ഒരാൾ ഇവനാ. അവസാനം ആ ചെറുക്കൻ തന്നെ പറയും, 15 വയസ്സായി നിനക്ക്, അത്രയും നാളായിട്ട് മാജിക്കിന് ഒരു അംശം പോലും ഇല്ല നിൻ്റെ ദേഹത്ത്. നിനക്കറിയാമല്ലോ അവസ്ഥ, മാജിക്ക് കൂടിയവരുണ്ട്, പവർഫുള്ളായവരുണ്ട്, മാജിക്ക് പവർ ഇല്ലാത്തവരുണ്ട്. അതിനകത്ത് ഒന്നുമില്ലാത്തവനാണ് നീയൊക്കെ ഞങ്ങളെ എങ്ങനെ തോൽപ്പിക്കാനാ? ഇത്രയും ചെറിയ ആളായിട്ട് പോലും എനിക്കെൻ്റെ ഫയർ മാജിക് അൺലോക്ക് ആയിട്ടുണ്ട്. ആസ്ത അവൻ്റെ മാജിക്കിൽ അവൻ്റെ ഒരു ഗോമവാർ എന്ന് പറയുന്ന സാധനം ഇതുവരെ കിട്ടിയിട്ടോലും ഇല്ല. എന്നിട്ട് അവൻ്റെ മാജിക്ക് എത്ര കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഗോമവാറിൻ എന്ന് കണ്ടാന്ന് തോന്നുന്നു ആ ബുക്കിൻ്റെ പേര്. അതൊരു ടൈപ്പ് ബുക്കാണ്, അതിനകത്ത് അവരുടെ മാജിക് സ്പെൽസ് എല്ലാം എഴുതി വരും. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സീക്രട്ട് എബിലിറ്റി എനിക്കുണ്ടാന്ന് പറയിട്ട് അവൻ പെട്ടെന്ന് സിറ്റപ്സ് എടുക്കാൻ തുടങ്ങും. 1 2 3 4 5 6 7 8 9 10 11 12 പറഞ്ഞിട്ട് അവൻ്റെ ഇങ്ങനെ എണ്ണി സിറ്റപ്സ് എടുക്കും. ഈ വേൾഡിൽ അവൻ ഇത്രയും സെറ്റപ്സ് എടുക്കുന്നതെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ വീണു പോയേനെ. പക്ഷേ ആ വേൾഡിൽ സിറ്റപ്പ് പോകട്ടെ ബോഡി മസിൽ കൊണ്ട് ഒരു കാര്യവുമില്ല, എല്ലാം മാജിക് ആണല്ലോ. അപ്പുറത്ത് യൂണോ ആണെങ്കിൽ അവൻ്റെ മാജിക് ഉപയോഗിച്ച് ആ നനഞ്ഞ തുണിയെല്ലാം സിസ്റ്ററിൻ്റെ കഴുകി വൃത്തിയാക്കി കൊടുക്കും. പെട്ടെന്ന് ആസ്ത പോയിട്ട് വിറക് മുറിക്കാന്ന് പറഞ്ഞിട്ട് വിറക് മുറിക്കാൻ പോകുമ്പോൾ യൂണോ പെട്ടെന്ന് അവിടെ വന്നിട്ട് അവൻ്റെ മാജിക് പവർ കൊണ്ട് ആ വിറക് മുറിക്കും. അത് കഴിഞ്ഞിട്ട് നിന്നെ കാണിച്ചു തരാടാ എന്ന് പറയുമ്പം അവിടെ ഡോർ തുറന്ന് നമ്മുടെ അച്ഛൻ കയറിയിട്ട് പറയും, എനിക്ക് ഉറപ്പാ ഈ മാജിക്കൽ നൈറ്റ്സിൻ്റെ എൻട്രൻസ് എക്സാമിൽ യൂണോ എന്തായാലും പാസ്സാവും എന്ന് പറയും. അതിനുശേഷം നമ്മുടെ ആസ്ത ഇവിടെ വിഷമിച്ചിരിക്കുകയായിരിക്കും ഇതെല്ലാം കേട്ടിട്ട്. അപ്പം മിസ് മേരി എന്നിട്ട് പറയും, നീ എന്തിനാണ് സെഡ് അടിക്കുന്നേ, നിനക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നിനക്ക് കൊമ്പുമാരും കിട്ടത്തില്ലേ? അതിനുശേഷം ഇതെല്ലാം മാറിയും നിനക്ക് എൻ്റെ മാജിക്കൽ പവേഴ്സ് എല്ലാവരും തെളിയിക്കാം. ഇതായിട്ട് നമ്മുടെ ആസ്തയ്ക്ക് കുറച്ച് സമാധാനമാവും. പറയേ ശരിയാ, എൻ്റെ ഗോമവറി എന്ന് വെച്ചാൽ എൻ്റെ പവർ, യെസ് ഞാൻ എല്ലാവരും തെളിയിക്കും ഞാൻ ആരാന്ന്. അതിനുശേഷം ഞാൻ മാജിക്കൽ നൈറ്റ് ആവും, എന്നിട്ട് വിസാർഡ് കിങ് ആവും. എന്നിട്ട് ഞാൻ ഈ പള്ളി തന്നെ പൊളിച്ച് മാറിക്കും മിസ് മേരി. എന്നിട്ടൊരു പുതിയ പള്ളിയാണ് മിസ് മേരി ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് അങ്ങ് തരും.
എന്ന് പറയും. അപ്പോൾ അവിടുത്തെ അച്ഛൻ പറയും, ഡാ നീ എൻ്റെ പള്ളിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലോ, നിൻ്റെ യേശുമിശിഹായ്ക്ക് സ്തുതിയാവട്ടെ. അപ്പോൾ ആസ്ത പറയും, അത് പിന്നെ ഈ പള്ളിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, വലിയ പള്ളിയാവുക പിന്നെ ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്ക് പറയും. അല്ല യൂണോ. അപ്പോൾ യൂണോ അവനെ അവോയ്ഡ് ചെയ്തിട്ട് അകത്ത് കയറിപ്പോവും. ഇത് കണ്ട് ആസ്തയ്ക്ക് കുറച്ചുകൂടെ വിഷമമാവും. എന്ന് വെച്ചാൽ യൂണോയുടെ പവറിനോ ലെവലിനോ ഒത്തതല്ല ആസ്ത എന്ന് കണ്ടിട്ട് ആസ്ത ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന യൂണോ എന്ന് തോന്നും നമ്മുടെ ആസ്തയ്ക്ക്. അങ്ങനെ ഇതായിട്ട് ആസ്ത പറയും, ഞാൻ എല്ലാവരും തെളിയിക്കും ഞാൻ ആരാന്ന്. നിങ്ങളൊക്കെ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഒരിക്കൽ നിങ്ങളെ ഞാൻ തെളിയിക്കും, ഇതെല്ലാം തെറ്റാന്ന്. ഞാൻ വിസാർഡ് കിങ് ആവടാ എന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകും. അവിടെ ചെന്നിട്ട് പറയും, ഇനി കുറച്ച് ദിവസത്തിന് എനിക്ക് എൻ്റെ കുടുംബവാരം കിട്ടും. അവിടെ അവൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ കിട്ടുമ്പം എനിക്ക് പവർഫുൾ ആവണമെങ്കിൽ എൻ്റെ ബോഡി സെറ്റായിരിക്കണം എന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് പറയും, എന്നിട്ട് ഞാനൊരു നൈറ്റ് ആവും, എന്നിട്ട് ഞാനൊരു വിസാർഡ് കിങ് ആവും, ഞാൻ നോക്കട്ടെ അതിൽ ആരാ എന്നെ തടുക്കാൻ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയോ ഇലകൾ ചതച്ചിട്ട് അവൻ്റെ ആയിട്ടുള്ള 100% നാച്ചുറലായിട്ടുള്ള ജ്യൂസ് കുടിച്ച് പവർ തെളിയിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന മിസ് മേരി യൂണോയോട് സംസാരിക്കാൻ വരുന്നതായിരിക്കും. യൂണോയോട് പറയും, യൂണോ നീ കുറച്ചുകൂടെ സ്നേഹത്തോടെ വേണം ആസ്തയോട് സംസാരിക്കാൻ. അവളുടെ അവൻ്റെ മാജിക്കൽ എബിലിറ്റീസ് ഒന്നും ഇല്ലാത്തതിൻ്റെ വിഷമമുണ്ടെന്ന് നിനക്ക് അറിയാമല്ലോ, അപ്പം നീയും കൂടെ ഇങ്ങനെ പെരുമാറില്ലേ എന്ന് പറയും. പക്ഷേ അതിന് യൂണോ ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് മിസ് മേരി ഒരു കാര്യം ചിന്തിക്കും. എന്നാൽ യൂണോയെ ആസ്ത ഒരു കത്ത് കൊടുത്തിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ മാറ്റങ്ങളെല്ലാം നടന്നത്. ആസ്തയാണെങ്കിൽ അതിന് ശേഷം നല്ല രീതിയിൽ ഹാർഡായി ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. യൂണോ ആണെങ്കിൽ അതിന് മുമ്പ് ഒരു പേടിത്തോറനായിരുന്നു, പക്ഷേ ഇപ്പോഴോ ഭയങ്കര മെച്ചുവേർഡായിട്ടും പിന്നെ ഭയങ്കര ധൈര്യമായിട്ടുള്ള ഒരാളായിട്ടും മാറി എന്ന് അവർ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതിനുശേഷം ഗുമാരം കിട്ടുന്ന ആ ദിവസമായിരുന്നു. അന്നാണ് അവരെല്ലാവരും ആ സിറ്റിയിലെ അല്ലെങ്കിൽ ആ വില്ലേജിലെ ലൈബ്രറിയിലേക്ക് എത്തിച്ചേരും. അവിടെ വന്ന മാസ്റ്റർ വന്ന് പറയും, ഓ ഇന്ന് നിങ്ങളിവിടെ എത്തിച്ചേർന്നേക്കുന്നത് നിങ്ങളുടെ ആദ്യത്തെ ഗിമവാരം കിട്ടാനായിരിക്കും അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മാജിക് അനുസരിച്ചുള്ള ഗിമവാറിനായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറയും. അതിനുശേഷം പറയും, നമ്മുടെ ഈ വില്ലേജിൽ നിന്ന് ഇന്നേ വരെ ആരും ഒരു മാജിക്കൽ നൈറ്റോ ഇല്ലെങ്കിൽ ഒരു വിസാർഡ് കിങ്ങോ ആയിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ മാജിക്കൽ നൈറ്റോ അല്ലെങ്കിൽ അതിൽ മുകളിലുള്ള വിസാർഡ് കിങ്ങോ ആവുമെന്ന്. അത്രയും പറയട്ടെ അവർക്കെല്ലാവർക്കും അവരുടെ ഗിമവാറിൻ പറഞ്ഞ് അവരുടെ അടുത്തെത്താൻ തുടങ്ങും. പലവർക്കും പലവരുടെ മാജിക് അനുസരിച്ചുള്ള ഗിമവാറിൻ കിട്ടാൻ തുടങ്ങും. പക്ഷേ ആസ്തയ്ക്ക് ഇതുവരെ ഒരു ഗിമവാറിനും കിട്ടിയില്ല. ആസ്ത ചോദിക്കും, മാസ്റ്റർ എല്ലാവർക്കും കിട്ടി, എൻ്റെ എന്ത് ചെയ്യേ? അപ്പം മാസ്റ്റർ പറയണം, നിനക്ക് അടുത്ത വർഷം കിട്ടിയാൽ പോരെ. അപ്പോൾ അവൻ കരയാൻ തുടങ്ങും, അതെന്താ എപ്പോഴും എനിക്ക് മാത്രം എങ്ങനെ? പെട്ടെന്നായിരിക്കും യൂണോയുടെ അടുത്ത് ഒരു വെട്ടം വരുന്നത്. അത് പ്രവചിച്ചതുപോലെ തന്നെ 4 ലീഫ് ഇല്ലെങ്കിൽ മോസ്റ്റ് ലക്കിയസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ ഗിമവാറിൻ എന്ന് പറയുന്ന വിസാർഡ് കിങ്ങിന് മാത്രമുള്ള ഗിമവാറിൻ അത് യൂണോടെ കിട്ടും. ഇത് കണ്ട് എല്ലാവർക്കും മനസ്സിലാവും, അപ്പോൾ ഇതാണല്ലേ എന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു മിത്തുണ്ടായിരുന്നു, ഈ വില്ലേജിൽ നിന്ന് ഒരു വിസാർഡ് കിങ് വരുമെന്ന്. ആ വിസാർഡ് കിങ് അപ്പം യൂണോ എന്നുള്ള കാര്യം മിസ് മേരിക്കും എല്ലാവർക്കും മനസ്സിലായി. അപ്പം ആസ്ത പറയും, നിനക്ക് ഈ 4 ലീഫ് ഗിമവാറിൻ കിട്ടിയോണ്ട് തന്നെ ഞാൻ ഇന്നിവിടെ ഒരു കാര്യം തീരുമാനിച്ചടാ എന്ന് പറഞ്ഞിട്ട് ആസ്ത പറയും, ഞാനായിരിക്കും നിൻ്റെ റൈവൽ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ഒരു വിസാർഡ് കിങ് നിന്നെക്കാട്ടി മുമ്പേ ആവുന്നേ എന്ന്. പക്ഷേ അത് കേട്ട് അവിടേക്ക് എല്ലാവരും ചിരിക്കും. പക്ഷേ യൂണോ മാത്രം ചിരിക്കത്തില്ല. അവനെ താണ്ടി ഒന്നും പറയാനാവാൻ പോകും. അതിനുശേഷം അവിടുത്തെ അച്ഛൻ പറയും, പിള്ളേരെ നമുക്ക് വീട്ടിൽ പോകാം, ഇന്ന് ശരിയും പറഞ്ഞൊരു സ്പെഷ്യൽ ഡേയാ, എല്ലാവർക്കും ഇന്ന് ചിക്കൻ വറുത്തത് എന്ന് പറയും. അതിനുശേഷം നമ്മൾ ആസ്തയായിരിക്കും കേസ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ഇങ്ങനെ കിടന്നിട്ട് തലയിലായി കിടന്നിട്ട് പറയും, എനിക്ക് മാത്രമൊന്നും എങ്ങനെ, എൻ്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു ഗുരുമാര്, ഞാൻ മാത്രം ഒരു തോൽവിയായിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ വിചാരിച്ചു മസിൽസൊക്കെ ട്രെയിൻ ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് പവറാവും, മാജിക്കാവും. അതൊക്കെ വെറും വേസ്റ്റായി. ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെ വിധി. പക്ഷെ പെട്ടെന്നാണ് ചാട്ടിയെണിക്കും, ഇല്ല ഞാൻ അത്ര പെട്ടെന്ന് തോട്ട് കൊടുക്കുന്ന ഒരാളല്ല. ചിലപ്പോൾ ഈ വർഷം കിട്ടിയില്ല, എന്താ അടുത്ത വർഷം കിട്ടും, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് കിട്ടും, ചിലപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് കിട്ടും, ചിലപ്പോൾ 100 വർഷം കഴിഞ്ഞിട്ട് കിട്ടും. എന്തായാലും എനിക്ക് ഒരു നാൾ കിട്ടും, അത് ഉറപ്പാണ്. ഞാൻ കാണിച്ചു എനിക്കണോ, നീ കണ്ടോ ഞാൻ വിസാർഡ് കിങ് ആവുന്നത്, എന്നെപ്പോലെ സാധാരണക്കാരൻ വിസാർഡ് കിങ് ആവുന്ന എല്ലാവരെയും ഞാൻ കാണിച്ചു കൊടുക്കണമെന്ന് പറയും. അതിനുശേഷം നമ്മൾ കണിയ യൂണോ ആയിരിക്കും. യൂണോ അടുത്താണെങ്കിൽ ആ ലൈബ്രറിയില്ലേ ഗുമവാരം മേടിക്കാൻ വന്ന അവിടെ 2 പിള്ളേരുണ്ടാവും. ആ 2 പിള്ളേർ യൂണോ അടുത്ത് പോയിട്ട് പറയും, ഇന്ന് അവിടെ ശരിക്കും ഷോ ഓഫ് കാണിക്കേണ്ടതും
അവിടെ തിളങ്ങിയിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു. പക്ഷെ അതിന് പകരം നീ ഇടയ്ക്ക് വന്നിട്ട് നീ അവരുടെ എല്ലാ സ്നേഹവും പ്രശംസയും എല്ലാം പിടിച്ചു പറ്റി വിസാർഡ് കിങ് ആവുമെന്നൊക്കെ കാണിച്ച് ഷോ ഓഫ് ചെയ്തിട്ട് പോയി. വേണ്ട, നിനക്ക് ആ ബുക്ക് വേണ്ട, നിനക്കെന്നല്ല ആർക്കും ആ ബുക്ക് വേണ്ട, എൻ്റെ ഫയർ എബിലിറ്റി കൊണ്ട് ഞാൻ ആ കത്തിച്ച് കളയോടാ എന്ന് പറയും. പക്ഷേ അവൻ്റെ അറ്റാക്ക് യൂണ അടുത്ത് ഒന്നുമില്ലായിരുന്നു. യൂണ ഈസി ആയിട്ട് തടയും. അതിനുശേഷം പെട്ടെന്ന് 2 ചെങ്ങല വന്നിട്ട് അവന്മാർ രണ്ടുപേരെയും പിടിച്ച് കെട്ടും. അവർ അലർച്ച കേട്ട് നമ്മുടെ ആസ്തയെ ശ്രദ്ധിച്ച് അന്നോട്ടേക്ക് വരും. പെട്ടെന്നായിരിക്കും അന്നോട്ടേക്ക് കറുത്ത മുടി നീളത്തിലൊക്കെയുള്ള ഒരാൾ വരുന്നത്. അവൻ വന്നിട്ട് പറയും, ഞാൻ നിൻ്റെ ഗിമോറിനെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് യൂണോയെ പിടിച്ച് കെട്ടി അവൻ്റെ ഗിമോറിനെ എടുക്കും. അട്ടി യൂണോ ചോദിക്കും, നിനക്കിതുകൊണ്ട് ഒരു ഉപയോഗമില്ലെന്ന് നിനക്കറിയാമല്ലോ, പിന്നെ എന്തിനാ നിനക്കിത്? അപ്പം അവൻ പറയും, ഇതുകൊണ്ട് ഉപയോഗമില്ലെന്നൊക്കെയുള്ള കാര്യം സത്യം തന്നെ എനിക്ക്. പക്ഷെ ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റാൽ ഇതിന് 2 ഇരട്ടി എന്നല്ല, ഇതിനൊരു പൈസ പോലും ആർക്കും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കേറെ വാല്യുബിളായത്. നിനക്ക് എന്നെ കേട്ടെന്താടാ കളിപ്പാട്ടമായിട്ട് തോന്നുന്നു? ശരിക്കും ഞാൻ ആരാന്ന് കേട്ടാൽ നീ ഞെട്ടിത്തന്നെ പോകും. എൻ്റെ കൂട്ടത്തിലുള്ളവരെന്നെ ചെറിയൊരു തെറ്റുതാണ്ടയുടെ മുകളിൽ പുറത്താക്കി. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കള്ളനായിട്ട് ജീവിക്കുക. അതുകൊണ്ട് എനിക്ക് ജീവിക്കണം, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണം എന്ന് പറയും. അതിനുശേഷം നമ്മുടെ യൂണോയുടെ കഴുത്തേക്ക് കിടക്കുന്ന മാങ്ങ എടുക്കുക എന്ന് പറയും. അത് കേൾക്കുമ്പം നമ്മുടെ ആസ്ത പെട്ടെന്ന് അവിടെ ചാടിയുമായിട്ട് പറയും, ഞാൻ വന്നടാ എന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് ആസ്തയുടെ മതിലടിച്ചിട്ട് താഴോട്ട് പറയും, അത് യൂണോടെ അല്ലേ, അത് തിരിച്ചു കൊടുക്കടാ എന്ന് പറയും. അത് കേട്ട് അവൻ ശരിക്കും, എന്ത് നീയാ മറ്റേ അൺലക്ക് മാജിക്കൊന്നും ഇല്ലാത്ത ഇറക്കലല്ലേ, നീ എന്തിനാടാ തോൽവിയായ നീ ഇവിടെ വന്നേക്കുന്നത്, എന്നെ രക്ഷിക്കാനോ? എൻ്റെ ചെങ്ങല കണ്ടോ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടിച്ചിട്ടൂടെ പറയിട്ട് ആ ചെങ്ങലല്ല അവൻ്റെ നേരെ വിടും. പക്ഷേ ആ ചെങ്ങലല്ല ഈസി ആയിട്ട് നമ്മുടെ ആസ്ത ഡോഡി ചെയ്തിട്ട് അവൻ്റെ ബാക്കിൽ വരും. എന്നിട്ട് ആസ്ത പറയും, ഞാൻ നിന്നെ ഇപ്പം കാണിച്ചു കേട്ടാ പറഞ്ഞിട്ട് അവൻ ഇടിക്കാൻ പോവുകയും പെട്ടെന്ന് ചെങ്ങലയിട്ട് അവൻ ആസ്തയെ പിടിക്കും. എന്നിട്ട് പറയും, നീ ചെങ്ങല കളിപ്പാട്ടമായിട്ട് വേവിച്ചോടാ എന്ന് പറയും. എന്നിട്ട് ആസ്ത പറയും, ഈ ചെങ്ങലയൊന്നും എനിക്കൊന്നും അല്ലടാ എന്ന് പറയട്ടെ അവൻ വീണ്ടും നീങ്ങും. അങ്ങനെ നീങ്ങാൻ തുടങ്ങാൻ പറയും, അതിന് ഞാൻ പറയില്ലല്ലോ എൻ്റെ അറ്റാക്ക് കഴിഞ്ഞെന്ന്. പെട്ടെന്ന് കുറേ ചെങ്ങലകൾ ആസ്തയുടെ ദേഹത്തൂടെ ഇടിച്ച് കയറ്റി ഇറക്കും അവൻ. അപ്പത്തേന് ആസ്ത നോക്കൗട്ടാവും. ആസ്ത അവിടെ വീഴും. അപ്പോൾ അവൻ ആസ്തയുടെ മുകളിൽ കാലുവെച്ച് പറയും, നിന്നെപ്പോലെ കഴിവില്ലാത്തവൻ എന്തിനാടാ ഇവിടെ വന്നേ? നീ ജനിച്ചത് തോൽവിയായിട്ടാ, മാജിക് ഇല്ലാത്തവൻ, മാജിക് ഒള്ളി വേൾഡി, മാജിക് ഇല്ലാത്തവനായിട്ട് ജനിച്ചിട്ട് നിനക്കെന്തിനും ചെയ്യാൻ വിചാരമുണ്ടോ? എടാ, എല്ലാവരും ജനിച്ചത് തന്നെ തോൽവികളായിട്ടല്ല, നീ ജനിച്ചത് തോൽവിയായിട്ടാ, നീ വേൾഡിന് പോലും ചേർന്നതല്ല, നീ എന്തിനാടാ ഇവിടെ എന്ന് പറയും. ഇതെല്ലാം കേട്ട് ആസ്ത പറയട്ടാവണോ? ആസ്ത പറയും, ശരിയാ, എൻ്റെ വിസാർഡ് കിങ് എന്ന് പറയുന്ന ഡ്രീമൊക്കെ വെറും ഒരു വേസ്റ്റ് ആയിരിക്കും. ഞാൻ ജനിച്ചപ്പോഴും തോൽവിയാണല്ലോ. ജനിച്ച് ഇത്ര നാളായിട്ട് എൻ്റെ ജീവിതത്തിൽ നല്ലത് നടന്നിട്ടില്ല, എപ്പോഴും യൂണോയ്ക്കാണ് നല്ലത് നടക്കുന്നത്. ഞാൻ വെറും ഒരു കോമഡി. അവരെല്ലാം പറഞ്ഞ സത്യമായിരുന്നു, ഇതാ എൻ്റെ വിധി, ഇവിടെ ആയിരിക്കും ഞാൻ മരിക്കുന്നത് എന്ന് പറയും. പക്ഷെ പെട്ടെന്ന് യൂണോ പറയും, ആസ്ത, ചിലപ്പം അവൻ പറഞ്ഞ സത്യം തന്നെ, നീ ഒരിക്കലും ഒരു വിസാർഡ് കിങ് ആവത്തില്ല, എനിക്കറിയാം, കാരണം ഞാനാണ് വിസാർഡ് കിങ് ആവാൻ പോകുന്നത്. പക്ഷെ നീ തോറ്റു കൊടുക്കാനോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണല്ലോ. എന്താ പറ്റിയ ആസ്ത? എൻ്റെ റൈവലായിട്ടുള്ള ആസ്ത തോറ്റു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബ്രോ, ഞാനത് ഒരിക്കലും ഇമാജിൻ ചെയ്യില്ല കേട്ടോ. ഇത് കേട്ട് ആസ്ത ശരിയാ, ഞാൻ തോറ്റു കൊടുക്കത്തില്ലടാ എന്ന് പറയിട്ട് അവൻ്റെ കാല് തട്ടിമായിട്ട് പറയും, ആസ്ത, യൂണോ നീ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേ, എനിക്ക് കുറച്ച് സമയം വേണം, ഞാൻ ഇവനെ തോപ്പിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറയും. പെട്ടെന്ന് അവിടെ ഒരു ടിമിന്നൽ പോലെ എന്തൊരു സാധനം വന്ന് നിൽക്കും. 5 ലീഫ് ഉള്ളൊരു ഗ്രിമോവാറിൽ കറുത്ത കളറിൽ അവിടെ വരും. എന്നിട്ട് അതിൽ നിന്നൊരു വാളിങ്ങനെ പുറത്തേക്ക് വരും. ഇത് കണ്ട് അവൻ ഞെട്ടും. 4 ലീഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും ലക്ക് കൊടുക്കുന്നതാണ്, എല്ലാവർക്കും ലക്ക്. 3 ലീഫ് എന്ന് പറയുന്നത് ലക്കാണ്. പക്ഷേ 5 ലീഫ് എന്ന് പറയുന്നത് ഗ്രിമോവാറിൽ തന്നെ, അല്ലെങ്കിൽ മാജിക്കിൻ്റെ തന്നെ ഡെവിളാണ്. ഇറ്റ്സ് ദ ഡെവിൾ ഇൻ ഇറ്റ് സെൽഫ് എന്ന് തന്നെ പറയാം. ആ വാളെടുത്തിട്ട് ആസ്തവിനെ കളിക്കുന്നൊരു കളിയുണ്ടല്ലോ മച്ചാ. അപ്പോൾ മച്ചാന്മാരെ, ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. എനിക്കറിയാം എല്ലാവർക്കും എന്നോട് നല്ല ദേഷ്യമായിരിക്കുമെന്ന്, കാരണം ബ്ലൂ ബോക്സ് എന്ന് പറയുന്നൊരു അടിപൊളി ആനിമയെ നിങ്ങളെല്ലാവരും ഞാൻ പരിചയപ്പെടുത്തിയിട്ട് പെട്ടെന്ന് ആനിമയെ നിർത്തിയപ്പം എനിക്കറിയാം എല്ലാവർക്കും ഒരു ദേഷ്യം ഉണ്ടെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കറിയത്തില്ല. ഞാൻ ആ ആനിമ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് കോപ്പറേറ്റ് കിട്ടുക. ഞാൻ കുറേ ചെയ്തു, എൻ്റെ പഴയ ചാനലിനകത്ത് ഞാൻ ഇട്ട് നോക്കി,
അതും കോപ്പിറൈറ്റ് കിട്ടുന്നു. എൻ്റെ കൂട്ടുകാരൻ അലൻ എക്സ്പ്ലെയിനർ കുറേ തവണ എന്ന് വെച്ചാൽ എൻ്റെ കുറേ എപ്പിസോഡ്സ് എടുത്തിട്ട് നോക്കി, അവനും കോപ്പിറൈറ്റ് കിട്ടുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, അവൻ ഇട്ട് നോക്കി. അപ്പം എന്താ അറിയില്ല, ഞാൻ എഡിറ്റ് ചെയ്യുന്നതിന് എവിടെ എന്തോ പ്രശ്നമുണ്ട്, അത് ശരിയാക്കാൻ തീരെ പറ്റുന്നുമില്ല. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം വേറെ ആനിമ എടുക്കുന്നത്. തൽക്കാലത്തേക്ക് ഞാൻ വേറെ ആനിമയായിട്ട് ചൂസ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറയുന്നത് ബ്ലൂ ബോക്സ് അല്ലോ, ബ്ലാക്ക് ക്ലവർ, ഫയർഫോഴ്സ്, സ്പൈ എക്സ് ഫാമിലി, പിന്നെ ടോക്കിയോ ഗോൾ. ഈ സ്പൈ എക്സ് ഫാമിലിയുടെ സീസൺ 2, ടോക്കിയോ ഗോളിൻ്റെ സീസൺ 2, പിന്നെ ബ്ലാക്ക് ക്ലവറിൻ്റെ ഈ ഫസ്റ്റ് സീസൺ, സെക്കൻഡ് സീസൺ, തേർഡ് സീസൺ അങ്ങോട്ട്, പിന്നെ ഫയർഫോഴ്സിൻ്റെ സീസൺ 2. ഇത് ഇത്രയാണ് ഞാനിപ്പോൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇത്ര ഞാൻ വീഡിയോ ചെയ്യും. മാക്സിമം ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ നോക്കാം. പിന്നെ ഇന്ന് തന്നെ ഫയർഫോഴ്സിൻ്റെ വീഡിയോ കൂടി ഇടാൻ നോക്കാം സമയം അനുസരിച്ച്. എക്സാമും കൂടെ വരുന്നതുകൊണ്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എന്തോ പറ്റിയാലും ഞാൻ ചാനൽ ഗിവ് അപ്പ് ചെയ്യത്തില്ല. എവിടെ നിന്നെങ്കിലും ആനിമ എടുത്ത് ഞാൻ എക്സ്പ്രഷൻ ചെയ്യും. ബ്ലൂ ബോക്സിൻ്റെ കാര്യം റിയലി സോറി, ബട്ട് ഞാനിപ്പോഴും ആനിമയെ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. ബ്ലൂ ബോക്സ് തിരിച്ചു വരും, ആ പ്രതീക്ഷ നിങ്ങൾക്ക് ഇരിക്കാം. അതിനകത്ത് എന്താ തെറ്റെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഞാനത് ഉടനെ കണ്ടുപിടിക്കും. ബ്ലൂ ബോക്സ് തിരിച്ച് വരും, അത് ഉറപ്പാണ്. പക്ഷേ അതുവരെ നിങ്ങളല്ല ഇതിൽ സപ്പോർട്ട് ചെയ്യണം. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ബ്ലൂ ബോക്സ് പോയി ബ്ലൂ ലോക്ക് പോയി എന്ന് പറഞ്ഞ് ചാലിട്ടേച്ച് പോലെ നിങ്ങളാ ബലം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടവരുടെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. സോ മാക്സ് കൂടെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.